കാണാൻ സാധിക്കും. നോക്കും നിങ്ങൾ, മക്കളുടെ കാര്യത്തിൽ മുൻഗണന എന്തിനാ നൽകിയത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. മക്കൾ എവിടേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? എന്റെ മരണ നിമിഷം മുതൽ വസിയത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? എന്റെ മക്കൾ കൂടി കുളിപ്പിക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കഫൻ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ടോ? എന്റെ ഖബറടക്കത്തിൽ അവരാണ് എന്റെ നമസ്കാരത്തിന് ഇന്ന ആളാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി പഠിപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? അതേപോലെ തന്നെ മരണാനന്തരം അത് ഖബറിലേക്ക് താഴ്ത്തുന്നതും എന്റെ മക്കൾ എന്റെ ഖബറിടത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? ഇതൊന്നുമല്ലാതെ വാരിക്കോരി മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ട് അവനൊക്കെ നമസ്കാരം പോലും നിലനിർത്തുമോ എന്നതിന് എന്ത് ഉറപ്പാണ് നമുക്കുള്ളത്? ആ നമസ്കാരം പോലും നിലനിർത്താൻ സാധ്യതയില്ലാത്ത ഒരു മനുഷ്യന്, ഒരു മക്കൾക്ക് വേണ്ടിയിട്ടാണോ കണ്ണും ദിക്കുമില്ലാതെ എല്ലാം സമ്പാദിച്ചു വെച്ചതും കൂട്ടിവെച്ചതും ഒക്കെ? ഇത് വിഡ്ഢിത്തമാണ്. ഇതാണ് നിഷേധികൾക്ക് പറ്റുന്ന അപകടം. ഇതാണ് കാഫിറുകൾക്ക് പറ്റുന്ന അപകടം. നേരെ മറിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം പിതാവാണെങ്കിൽ പോലും അതിന്റെ പിന്നാലെ കൂടിയതുകൊണ്ട് ഫലമില്ല. മകനാണെങ്കിലും അവൻ നിന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അവൻ വേറൊരു സാധനമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ആദർശമില്ലാത്ത ഒന്നിനും യാതൊരു പ്രസക്തിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാസത്യത്തെ കുറിച്ച് അവർ ബോധവാന്മാരാവില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യും? അബോധാവസ്ഥയിൽ കിടക്കും. മഹാസത്യം എന്താണ്? മരണമാണ്, മുന്നിലേക്ക് വരാനുള്ള മരണമാണ്, ഖബറാണ്, പരലോകമാണ്, മഹ്ശറയാണ്, വിചാരണയാണ്. ആ വിചാരണയിൽ ഓരോരോ രംഗങ്ങളാണ്. എന്നിട്ട് ആ വിചാരണയുടെ അടിസ്ഥാനത്തിലുള്ള ശാശ്വതമായ പ്രതിഫലമാണ് മഹാസംഭവമെന്നും. ഇതിനെക്കുറിച്ച് അബോധാവസ്ഥയിലാവുന്ന ഏത് സൗകര്യങ്ങളാണെങ്കിലും ആർക്ക് കിട്ടിയതാണെങ്കിലും അത് എത്ര വലിയ സ്ഥാനവും പദവിയുമാണെങ്കിലും അവരൊക്കെ ചതിച്ചരക്കാണ്. ആ ചതിച്ചരക്കിന് വിധേയപ്പെട്ടവരാണെന്ന് ഖുർആൻ പറയുമ്പോ ഒന്നുകിൽ ഖുർആന് തെറ്റി, അല്ലെങ്കിൽ നമുക്ക് തെറ്റി. ഖുർആന് തെറ്റൂല, ഖുർആന് തെറ്റുകയില്ല. നമ്മൾ വിശുദ്ധ ഖുർആനാണ് പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് റസൂൽ സാസം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഇന്നലിക്കുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ സമുദായത്തിനും ഓരോരോ ഫിത്ന, നാശം നടത്തുന്നുണ്ട്. അതേപോലെ പരീക്ഷണോപാധി എന്ന് നടത്തുന്നുണ്ട് ഫിത്ന എന്ന് പറഞ്ഞു. അപ്പൊ പരീക്ഷണ ഉപാധി ഉണ്ട്. അപ്പൊ ഫിത്നത്തു ഉമ്മത്തി അൽ മാലു, എന്റെ സമുദായത്തിന്റെ പരീക്ഷണ വസ്തു സമ്പത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹ് തീരുമാനിച്ചതാണ്. റസൂൽ തെരഞ്ഞെടുത്തതല്ല എന്ന കാര്യം ഉറപ്പാണ്. റസൂൽ അത് തെരഞ്ഞെടുത്തിട്ടില്ല. റസൂൽ അതിന് ഭയപ്പെടുക ചെയ്തത്, ഭയപ്പെടുകയാണ് റസൂൽ ചെയ്തത്. അതുകൊണ്ടാണ് റസൂൽ സാഹിബ ഒരു വിരിപ്പ് കൊണ്ടുകൊടുത്തപ്പോൾ പുറത്തൊക്കെ അടയാളം കണ്ട് പ്രവാചകർ ഒരു വിരിപ്പിൽ അങ്ങനെ കടന്നോളി എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ ഏറ്റുവാങ്ങി കിട്ടിയ സന്തോഷത്തോടു കൂടി. പക്ഷെ റസൂൽ പറഞ്ഞു, വന്നുകൊണ്ട് പറഞ്ഞു, ചോദിച്ചു, ഇത് ആര് കൊണ്ടുവന്ന്? ഇങ്ങനെ കൊണ്ടുവന്നു. ആയിഷ, അതങ്ങ് കൊടുത്തേര്, ഞാനൊരു യാത്രക്കാരനാണെന്ന് പറ അവരോട്. കാരണം അതിൽ കടന്നാൽ അല്പം സുഖം കൂടിയാല്, അരമണിക്കൂർ തെറ്റിയാൽ, തഹജ്ജുദ് സാധാരണ നമസ്കരിക്കുന്നത് അരമണിക്കൂർ തെറ്റിയാൽ നഷ്ടം വളരെ വലുതാണ്. എന്നാൽ അതിൽ കിടന്നിട്ടും തഹജ്ജുദൊക്കെ സാധിക്കുകയാണെങ്കിൽ അത് സൗഭാഗ്യവും തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഭൂമുഖത്തുണ്ട്. അത് വലിയ സൗഭാഗ്യമാണ്, യാതൊരു സംശയവുമില്ല. റസൂൽ സാഹിബ് തന്നെ പറഞ്ഞു, പട്ടുമത്തയിൽ കിടന്ന് അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങുന്ന ഉമ്മത്തും ആളുകളും എന്റെ സമുദായത്തിലുണ്ട് എന്ന് റസൂൽ സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അവർ കിടക്കുന്നത് പട്ടുമത്തയിലാണെങ്കിൽ പോലും അവർ സ്വർഗം വാങ്ങും, ആ പട്ടുമത്തയിൽ കിടന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഏതാണ് നമ്മൾ സ്വർഗം ഉറപ്പുവരുത്തുകയാണ് എങ്കിൽ ഇതൊക്കെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ പരീക്ഷണത്തിലെ ഭയപ്പെട്ടു നിങ്ങൾ. ഈ സമ്പത്താകുന്ന പരീക്ഷണത്തെ പ്രവാചകൻ ഭയപ്പെട്ടത് കാണാൻ സാധിക്കും. അതേപോലെ ഹദീസുകൾ കാണാം, ഇന്ന ദുനിയാ ഹൽവത്തും ഹദിറത്തും, തീർച്ചയായും ദുനിയാവ് മധുരിക്കുന്നതും പച്ച പിടിച്ചതും തന്നെയാണ് കേട്ടോ. ദുനിയാവ് എന്ന് പറയുന്നത് മധുരിക്കുന്നതും പച്ച പിടിച്ചതുമാണ്. പച്ചപ്പ് ഒരു വല്ലാത്ത ആകർഷകമാണല്ലോ, പച്ചപ്പ് കണ്ട് കാണുമ്പോൾ. അങ്ങനെയുള്ള ഒരു ആകർഷക വസ്തുവാണ് ദുനിയാവിലെ വിഭവങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളെ അതിൽ പ്രതിനിധികളാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. സമ്പത്ത് തന്നിട്ട് അതിൽ പ്രതിനിധികളാക്കി നിങ്ങളെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഫൽ യൻദുർ, എന്നിട്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. കൈഫ തഅലമു, നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ദുനിയാവി വിഭവങ്ങളൊക്കെ തന്നിട്ട് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവൻ ഇതൊക്കെ കൊണ്ടൊക്കെ, അല്ലെങ്കിൽ ഇവൾ ഇതൊക്കെ കൊണ്ടൊക്കെ ചെയ്യുന്നത് എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുന്റെ റസൂല് പറയാണ്, വത്തഖു ദുനിയാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം. വത്തഖു നിസാ, സ്ത്രീകളെയും. ചില സ്ത്രീകൾ അങ്ങനെയുണ്ട്, ഈ ഭൗതികത വല്ലാണ്ട് പിടികൂടുന്ന ഒരു വിഭാഗം സ്ത്രീകളാണ്. അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, അവിടെ അറ്റത്തേക്ക് അനിയത്തേക്ക് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്ത്രീകള്. അതുകൊണ്ടാണ് സ്ത്രീകളിൽ പെട്ടുപോകുന്ന കനകം മൂലം കാമിനി മൂലം എന്നൊക്കെ ഒരു പ്രയോഗമുണ്ട്. അതിലൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കും സ്ത്രീകളെ സൂക്ഷിക്കണം. അതുകൊണ്ട് ദീനുള്ളവളെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയാനുള്ള കാരണം.
കുപ്പയിലെ പച്ചപ്പിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കലും പറഞ്ഞു സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ട്. എന്താ റസൂലേ കുപ്പയിലെ പച്ചപ്പ് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ ശാസം പറഞ്ഞു, ദീനില്ലാത്ത സാഹചര്യത്തിൽ വളർന്ന സുന്ദരിയായ പെണ്ണ് എന്നാണ്. സുന്ദരിയായ പെണ്ണ് അധികം ആളുകൾ പെട്ടുപോണ ഒരു രംഗമാണ്. അവസാനം എന്തായി മാറും? ഈ പെണ്ണാണ് പിന്നെ മക്കളെ ഗർഭം ചുമക്കുക, പ്രസവിക്കുക, അങ്ങനെ തലമുറ ഇങ്ങോട്ട് അവസാനം ഈ ദീനില്ലാത്ത മക്കൾക്കും തലമുറക്കൊക്കെ വേണ്ടി നമ്മളിങ്ങനെ അധ്വാനിച്ച് പണിയെടുത്ത് ആകെ കൂടി അസ്ഥിവഞ്ചനമായി മാറുന്ന ഒരവസ്ഥ വന്ന് പതിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണമെന്ന്. രണ്ടു തരം സ്ത്രീകൾ സ്വർഗത്തിന്റെ വാസനകൾ കൂലാന്ന് ഒരിക്കൽ റസൂൽ സാസം പറഞ്ഞു. അതിലൊന്ന് ഭർത്താവിനോട് കയർത്ത് സംസാരിക്കുന്നവളാണ്. അപ്പൊ ഭർത്താവിന് വിലയില്ലാത്ത കുട്ടികളൊക്കെ കാണും. എന്റെ ബാപ്പക്ക് എങ്ങനെ എപ്പോഴും പറയാൻ പറ്റിയ ഒരു വസ്തുവായിട്ടാണ് ഉമ്മ ബാപ്പന് പേടിയില്ലാതാവുന്ന ഒരവസ്ഥ. ഇന്ന് അതുണ്ട്. കയർത്ത് സംസാരിച്ച് ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് കുട്ടികളേറ്റവും വീട്ടിൽ വന്ന് കിടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളെ കണ്ടിട്ട് പുതിയ തലമുറ കല്യാണം കഴിക്കാനും കൂട്ടാക്കാത്തൊരവസ്ഥയുണ്ട്. ആ കയർത്ത് സംസാരിക്കുമ്പോൾ ഒന്ന് ക്ഷമ കാണിക്കേണ്ടിയിരുന്നു. ആ ക്ഷമ കാണിച്ച് ഇതെന്റെ കുട്ടികളുടെ പിതാവാണ്, ഇത് വിട്ടുപിരിഞ്ഞ് പോകുന്ന ഒരു ഇടപാട് എനിക്ക് പാടില്ല, ഞാൻ ക്ഷമയോടുകൂടി ഇരിക്കേണ്ടിയിരുന്നു എന്ന് പറയും ചിന്തിക്കുന്നതിന് പകരം കയർത്ത് സംസാരിക്കുന്നിടത്ത് ഇന്ന് വലിയ വാദപ്രതിവാദം നടത്തുന്ന ആ സ്ത്രീ സ്വർഗത്തിന്റെ വാസന പോലും കേൾക്കുകയില്ല എന്ന് റസൂൽ സാഹിബ് ഒരിക്കൽ പറയുകയുണ്ട്. മറ്റൊരു സ്ത്രീ വരുമാനത്തെക്കാളും കൂടുതൽ ചെലവഴിപ്പിക്കുന്നവർ, ദുനിയാവിൽ ഇങ്ങോട്ട് ആർത്തി മൂത്തിട്ട് എല്ലാ സമ്പത്തും ശരീരമൊക്കെ വാങ്ങിക്കൂട്ടി എന്താണ് അവസാനം വരുമാനത്ത് കടക്കാരനാക്കി മാറ്റി എത്ര ആളുകളുണ്ട്. കടത്തിൽപ്പെട്ട വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ടും കടത്തിൽപ്പെട്ട ലോണിന് പോയി പല സാധനങ്ങളും വാങ്ങി എത്ര സ്ത്രീകളും സ്ത്രീ കുടുംബങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ശമ്പളത്തെക്കാളും കൂടുതൽ ഈ എങ്ങനെ ഉണ്ടല്ലോ ഒരു കാശ് കുറേശ്ശെ അടച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിലൊക്കെ പലതിലും പോയി പെടാം. ഒന്ന് വാങ്ങിയാൽ പിന്നെ അടുത്തത് വാങ്ങാൻ പിന്നെ തോന്നും. അതിന്റെ ബാക്കി പത്രം അങ്ങനെ വാങ്ങി അവസാനം ശമ്പളം കാൽഭാഗം പോലും ഉണ്ടാവില്ല ഉപയോഗിക്കാൻ. ഒക്കെ കടക്കാർക്ക് കൊടുക്കുന്ന അവസാനം വീട് വരെ പണയത്തിലായി പോകുന്ന. അതുകൊണ്ട് അത്തരം സ്ത്രീകൾ വരുമാനത്തെക്കാളും കൂടുതൽ ചെലവഴിക്കുന്ന സ്ത്രീകളെ അവർ സ്വർഗത്തിന്റെ വാസന കേൾക്കുകയില്ല. വാസന കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിവിദൂരതയിലുള്ള സ്വർഗം, എവിടേക്കും വാസന എത്തുന്ന ആ സ്വർഗത്തിന്റെ വാസന പോലും ആ പരിസരത്തേക്ക് പോലും ആ പെണ്ണ് അടുപ്പിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ വളരെ അതുകൊണ്ടാണ് റസൂൽ വത്തഖുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. എല്ലാ സ്ത്രീകളെയും കുറിച്ചല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില സ്ത്രീകൾ ഇങ്ങനെയുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഉത്തരവാദിത്വം കൂടുതൽ ചെയ്യാണ് വേണ്ടത്. പക്ഷേ അതിന് പകരം എന്താണ് ചെയ്യുക? സമ്പത്തും അതേപോലെ സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുംതോറും നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയായിരിക്കും അധിക ജനങ്ങൾക്കും സംഭവിക്കുക. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞ റസൂൽ സാസം പറയാണ്, തഈസു അബ്ദു ദിനാർ വദ്ദിർഹം, ദിനാറിന്റെയും ദിർഹമിന്റെയും അടിമ നശിച്ചിരിക്കുന്നു, അവന് നാശം. ദിനാറിന്റെയും ദിർഹമിന്റെ അടിമ, മൂപ്പരുടെ ചിന്ത എപ്പോഴും അതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വൽ ഖതീഫത്തു വൽ ഖമീസത്തു, തൊങ്ങുവസ്ത്രത്തിന്റെയും സാൽവയുടെയും അടിമ. വസ്ത്രം മാറി അലങ്കാരം, ആർഭാടം, കാറ്, വീടൊക്കെ പെടും അതിൽ. ആഡംബരത്തിന്റെ ഒരു എത്ര മഞ്ഞ കല്യാണങ്ങളൊക്കെ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഈയിടെ ഒരു പ്രഭാഷണം കേട്ടു, പലസ്തീനെ സ്നേഹിക്കുന്നുണ്ട് പോലും. ആര് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പണ്ഡിതൻ പറയാണ്, എന്ത് സ്നേഹ നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ മഞ്ഞ കല്യാണം നിർത്തി വെച്ചിട്ടുണ്ടോ? മറ്റേ ഒരുപാട് കല്യാണത്തിന്റെ പേര് പറഞ്ഞു. ആ കല്യാണം ഏതെങ്കിലും ഒന്ന് നിർത്താൻ നിങ്ങൾ സന്നദ്ധമായിട്ടുണ്ടോ? ഞങ്ങളുടെ കുട്ടികളവിടെ പട്ടിണി കിടക്കുകയാണ്, അതുകൊണ്ട് ഈ ആർഭാടും ആഘോഷമൊന്നും വേണ്ട എന്ന് വെക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാവാതെ എന്ത് സ്നേഹമാണ് നിങ്ങളുടെ? അറബികളൊക്കെ കൂടിയിരുന്ന് ആർഭാടത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും. അപ്പൊ ആ അർത്ഥത്തിലുള്ള ഭൗതികത വല്ലാതെ പിടികൂടുക. എന്നാലോ സത്യവിശ്വാസികൾ എങ്ങനെയായിരിക്കണം? ഒരു ശരീരം പോലെ ആവണമെന്ന പലസ്തീന്റെ കാര്യത്തിലൊക്കെ. ഒരു ശരീരത്തിന് എന്താണ്, അവയവത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റു അവയവങ്ങൾ മുഴുവനും അതിനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഉറക്കമിളച്ച് നിൽക്കുന്ന ഉദാഹരണം പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികൾ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സഹോദരങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാവേണ്ടത്. ഇത് പ്രകൃതിയുടെ ഒരു നിയമം എന്ന് പറയാണ്. അങ്ങനെ പോയി പെടരുത്. പെട്ട് കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു. ഇതൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ മധു സാഹിബ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ട്രെയിനിൽ നിന്ന് എത്ര തെറ്റിദ്ധരിച്ച് വിവരമില്ലാതെയാണെങ്കിലും വാതിൽ തുറക്കാണ്ടിരിക്കാൻ പ്രത്യേക ജാഗ്രത വേണം. ഈ വാതിൽ തുറക്കരുത് ഓർത്തുകൊണ്ടിരിക്കണം. ആ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം ഈ വാതിൽ പുറത്തേക്കുള്ളതാണ്, ഇതിലൂടെ പുറത്ത് ചാടിപ്പോവരുത്. അതുകൊണ്ട് ഇറങ്ങി നിർത്തി എല്ലാം ശരിയായി ഇറങ്ങാൻ പറയുമ്പോൾ മാത്രമേ ആ വാതിലൂടെ പോകാവൂ എന്ന ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കണം. തുറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് ദിനാറിന്റെയും ദിർഹമയും അടിമ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മാത്രമല്ല അവന്റെ സ്ഥിതി എന്താണെന്നറിയോ? ഇന്ന ഊത്തിയ മിൻഹാർ അലി, അവൻ ലഭിച്ചാൽ, ദിനാറും ദിർഹമും ലഭിച്ചാൽ അവന് ഭയങ്കര സന്തോഷവാനാണ്. അന്നല്ല ഉഷാറായിട്ട് കാശൊക്കെ കിട്ടിക്കഴിഞ്ഞ് അവന്റെ സന്തോഷത്തിന്റെ മാനദണ്ഡം അതാക്കി മാറ്റി അവൻ.
അവന്റെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും മാനദണ്ഡം എന്താണ്? ദിനാറും ദിർഹമൊക്കെ ലഭിച്ചാൽ അവൻ അത്യാവശ്യം നല്ല ഉഷാറായി, അവൻ സന്തോഷവാനായി മാറി. അതങ്ങാൻ ലഭിച്ചില്ലെങ്കിലോ അവന് അതോടുകൂടി അവൻ മൂഡൌട്ടായി മാറാണ്. അപ്പൊ നമ്മുടെ തൃപ്തിയുടെ, സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും മാനദണ്ഡം ഒരിക്കലും ദുനിയാവും അതിന്റെ സമ്പത്തും വിഭവങ്ങളും സൗകര്യങ്ങളുമായി മാറാൻ സമ്മതിക്കരുത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ അതിന്നൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ, എനിക്കിന്നെന്താ ചെയ്യാൻ സാധിച്ചത്? ഇന്നത്തെ ദിവസം എങ്ങനെ എനിക്ക് ഉപകാരപ്പെടും? ഇന്നത്തെ ദിവസം ഞാൻ എന്താ ചെയ്താൽ എനിക്ക് പലതും ചെയ്യാമായിരുന്നല്ലോ. ഇതായിരിക്കണം ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും മാനദണ്ഡം. ഞാൻ എത്ര സദഖ ചെയ്തു, ഞാൻ എത്ര സമ്പാദിച്ചു, അള്ളാന്റെ മാർഗത്തിൽ സമ്പാദിച്ചു. അത് അള്ളാന്റെ മാർഗത്തിലുള്ള സമ്പാദ്യത്തെ കുറിച്ച് ഒരുപക്ഷെ അത് സദഖ ചെയ്യുന്നവർക്ക് അതിന് അർഹതയുണ്ടായേക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച ആ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും അള്ളാഹു പതിസ്ഥലത്തിരുന്ന് നോക്കുകയാണ്. പതിസ്ഥലത്ത് ഇവരാരും കാണാത്ത, ഒരു സൂചന പോലും ഇല്ലാത്ത രീതിയിൽ, അതാണ് പതിസ്ഥലം, ഒരു നിലക്കും പിടുത്തം കിട്ടാത്ത നിലത്ത് നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയാണ്. അവരുടെ റബ്ബ് അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ നിരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലായിട്ടും മനുഷ്യന്റെ നിലപാട് എന്താണ്? ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ. അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, അവന് സമ്പത്തും അതുപോലെ സൗഭാഗ്യങ്ങളൊക്കെ നൽകി അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി നൽകുമ്പോൾ അവൻ ധരിക്കുകയാണ്, ഈ സമ്പത്ത് മുഴുവൻ എന്നെ കിട്ടിയത് അള്ളാഹ് എന്നെ തൃപ്തിപ്പെട്ടത് കൊണ്ടാണ്, അള്ളാഹു എന്നെ വലിയ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, ഇതൊക്കെ എനിക്ക് നിരന്തരമായി തോട്ടക്കാരന്, അതായത് അൽക്കഫിലെ തോട്ടക്കാരനെ പോലെ ഇതൊക്കെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഇത് പരീക്ഷണ ഉപാധിയാണ് എന്നും ഇതിന്റെ ഉത്തരം ഞാൻ കൃത്യമായി എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നും കിട്ടുന്നതനുസരിച്ച് അതിനേക്കാളും വലിയ ഉത്തരം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്ന് ആലോചിച്ച് കർമ്മങ്ങൾ ചെയ്യേണ്ടതിന് പകരം അവൻ ഇങ്ങനെ എന്നെങ്ങനെ സൗഭാഗ്യം എത്ര ഷോപ്പുകൾ ഓരോരുത്തർക്കും അള്ളാഹു ഓപ്പൺ ആക്കി കൊടുക്കുന്നു അറിയോ? നമ്മളൊന്ന് പോയി പറയുമ്പോഴാ സക്കാത്ത് എന്ന് പറയുന്ന 8 അവകാശികൾക്ക് ഉള്ളതാണ്, അത് കൃത്യമായി കണക്കാക്കണം, അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ബോധം പോലും വരുന്നത്. എന്നിട്ട് ആ ബോധം വന്നിട്ട് പ്രതികരണം ഉണ്ടോ? നമ്മൾ രണ്ടാമത് എന്നാലും മൂന്നാമത് എന്നാലും മൂപ്പര് ഏതോ അബോധാവസ്ഥയിൽ അത് സ്വന്തം കടയിലും അതേപോലെ സ്വന്തം ആളുകൾക്കൊക്കെ കൊടുത്തുകൊണ്ട് ഇതൊക്കെ സക്കാത്താണെന്ന് വിചാരിക്കുന്ന ആൾ എത്ര പമ്പര വിഡ്ഢിയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിന് ശേഷം സക്കാത്തിലേക്കാണ് കടക്കുന്നത്. അല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ. എത്രയാണ് എന്നെ ആദരിച്ചിരിക്കുന്നത് എന്ന് അവൻ പറയും. അല്ലാഹു നോക്കികളെ, അവിടെ എനിക്ക് എസ്റ്റേറ്റ് ഉണ്ട്, ഇവിടെ എനിക്ക് അതുണ്ട്, അവിടെ എനിക്ക് മറ്റതുണ്ട്, ബാങ്കിൽ അങ്ങനെ ബാലൻസ് ഉണ്ട് എന്നൊക്കെ എന്റെ പറയുന്നില്ലെങ്കിലും അവന്റെ മനസ്സിലുണ്ടാവും. തോട്ടക്കാരൻ അത് പറഞ്ഞു, സ്വന്തം കൂട്ടുകാരനോട് പറഞ്ഞു, അതോടുകൂടി അവന്റെ നാശം അതോടുകൂടി അള്ളാഹ് അവിടെ കാണിച്ചു കൊടുത്താണ് അൽക്കഫിലെ തോട്ടക്കാർ. ചില ആളുകൾ അതൊന്നും പറയണില്ലെങ്കിലും അയാൾ മനസ്സിലിങ്ങനെ കരുതി നടക്കുന്ന ആളെങ്കിലും ഉണ്ടെങ്കിൽ കരുതിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തു പടച്ചവനെ, ഇതിലൊക്കെ അന്ന് നാം അവരുടെ എണ്ണി ചോദിക്കുമെന്ന് പറഞ്ഞതിൽ ഇവയെല്ലാം വല്ലതും ഉണ്ടോ? ആ എണ്ണി കണക്കാക്കി അതിന്റെ ഉത്തരം പറയേണ്ട അവസ്ഥ വരുന്ന സമ്പത്ത് എന്റെ കയ്യിലുണ്ടോ? ശുദ്ധീകരിക്കപ്പെടാത്ത സമ്പത്തുണ്ടോ? ദീനിന് ഉപകാരപ്പെടാത്ത സമ്പത്തുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ മുഴുവൻ കൊടുത്താലും അല്ലാഹുവിന്റെ റസൂൽ തടഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ എന്താ ഇനി ബാക്കിയുള്ളത് അബൂബക്കറെ എന്ന് ചോദിച്ചപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അല്ലാഹു റസൂലുള്ളാ, അദ്ദേഹം നഷ്ടപ്പെട്ടവനാണെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും നിഷേധി ഉണ്ടോ? നിഷേധം വിശ്വാസി എന്തായാലും പറയില്ലല്ലോ. ഏതെങ്കിലും സത്യനിഷേധി ഉണ്ടോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നഷ്ടപ്പെട്ടവനാണെന്ന് പറയാൻ ധൈര്യമുള്ള? പറ്റില്ല. അദ്ദേഹം റസൂലിന്റെ ചാരത്ത് കിടക്കുന്നതെന്ന് ലോകത്തിന്റെ സലാം ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവമെങ്കിൽ അങ്ങനെ തൊലഞ്ഞു പോകുന്ന ഒരവസ്ഥ വരില്ല. അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രത്യേകിച്ച് സക്കാത്ത് കൊടുക്കാതെ എത്ര സദഖ കൊടുത്താലും അള്ളാഹു സ്വീകരിക്കില്ല. ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളതാണ്. നിങ്ങൾ ഫർദ് നമസ്കരിക്കാതെ എത്ര സദഖ ചെയ്ത് പിന്നെ സുന്നത്ത് നിസ്കരിച്ചാലും സ്വീകരിക്കില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാതെ കൃത്യമായ 8 അവകാശികൾക്ക് സക്കാത്ത് എത്തിച്ചു കൊടുക്കാതെ നിങ്ങൾ എത്ര ചില സദഖ ചെയ്താലും എന്നിട്ട് അതൊക്കെ സദഖയാണെന്ന് വിചാരിച്ചാലും ഒരിക്കലും അതാവുകയില്ല. 8 അവകാശികൾക്ക് കിട്ടുന്ന സംവിധാനത്തിലേക്ക് അത് എത്തിച്ചു കൊടുക്കാതെ. അതേപോലെ മനുഷ്യൻ മാനദണ്ഡമാക്കുകയാണ് എന്താണ് അവന്റെ സ്ഥിതി. അവനെ പരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് വിഭവങ്ങൾ കുറച്ചാലോ, അള്ളാഹ് എന്നെ നിന്ദിച്ചു കളഞ്ഞു, ഞാൻ എത്രയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് മാനദണ്ഡം, മാന്യതയുടെയും നിന്യതയുടെയും മാനദണ്ഡമായി അള്ളാഹുവിന്റെ ദീനിനെയും ഹിദായത്തിനെയും കാണുന്നതിന് പകരം
അവരെന്ത് കണ്ടു? ദുനിയാവിലെ ജൂതന്മാരെ പോലെ, ക്രൈസ്തവ സമൂഹത്തെ പോലെ അവരെന്ത് കണ്ടു? സമ്പത്തിനെയും തറവാടിത്തത്തെയും സ്ഥാനമാനങ്ങളെയും പദവിയെയും അവർ കണ്ടു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി തന്നെ, അതുകൊണ്ട് റസൂൽ മുത്തഫഖുൻ അലൈഹി ഹദീസ് നോക്കൂ നിങ്ങൾ, ഫവല്ലാഹി അല്ലാഹുവാണേ സത്യം, അൽ ഫഖറ അൽ ഫഖറ അൻഷാ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നേക്കുമോ എന്നതല്ല എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള പേടി, വലാകിൻ അൻഷാ അലൈക്കും അൻ തബ്സുത അലൈക്കും ദുനിയ, നേരെ മറിച്ച് നിങ്ങളെ സംബന്ധിച്ച് എനിക്കുള്ള പേടി നിങ്ങൾക്ക് ദുനിയാവെങ്ങാനും വിപുലമാക്കി തരികയും. അങ്ങനെ അവസാനം എന്താണ്? മുമ്പത്തെ ആളെ തമാബിസത്ത് അലാമൻ കാന ഖബലക്കും, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ അത് വിശാലമാക്കപ്പെട്ടപ്പോ അവരെന്താ ചെയ്തത്? അവരെന്ത് ചെയ്തു? അവരത് കളിച്ചു. അതുകൊണ്ട് ഫതനാഫസുഹ, അങ്ങനെ അവർ അതിൽ അന്യോന്യം മത്സരിച്ചു കളഞ്ഞു. കമാ തനഫസുഹ, നിങ്ങൾ അതുപോലെ മത്സരിച്ചു കളയുമോ എന്നതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അറബികളെ കാണാൻ സാധിക്കും. അറബികളുടെ സ്ഥിതി എന്താണ്? മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയോട് ഒരു കാമ മിണ്ടാൻ പാടില്ല, പറ്റില്ല. ഇസ്രായേലിനോട് മിണ്ടിയാലും അമേരിക്ക കോപിക്കും. കാരണം അമേരിക്കയുടെ മുതലാണ്. ഹറമിൽ വരെ ഉണ്ടെന്നാ പറഞ്ഞു. ഹറമിൽ വരെ ജൂതന്മാരുടെ ഇടപാടുകൾ ഉണ്ടെന്നാ പറഞ്ഞു. ഹറമിൽ വരെ കെട്ടിടങ്ങളിൽ പല ബിൽഡിംഗ്, പല സംഗതികളുണ്ട്. അങ്ങനെ സ്വീകരിച്ച ഒരവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അങ്ങോട്ട് സത്യനിഷേധികൾ ഒന്നടങ്കം കൊന്നൊടുക്കിയാലും മിണ്ടാൻ പറ്റാത്തത്ര സുഖലോലുപത. അന്ന് പല പള്ളി കമ്മിറ്റിക്കാരിലൊക്കെ സ്ഥിതി അങ്ങനെയാണ്. പള്ളിയിൽ പോയിട്ട് സക്കാത്ത് ചോദിച്ചാൽ അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ടേ എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ഇന്ന് ഫ്രാസറ്റോട് പള്ളിയിലൊക്കെ പലപ്പോഴും ഞാൻ പോവാറുണ്ട്. അവിടെ എന്തോ ചില കാട്ടി സക്കാത്ത് കൊടുക്കുന്നില്ല എന്നല്ല കേട്ടോ പറയുന്നത്. സക്കാത്തിനൊരു വ്യവസ്ഥയുണ്ട്, അതിനൊരു കമ്മിറ്റി ഉണ്ട്, അതിന്റെ ആ ആളുകളുടെ അവകാശങ്ങൾ ചോദിച്ചു വരാനുള്ള ഫോമും കാര്യങ്ങളും അതൊക്കെ വിതരണം ചെയ്യാൻ ജോലിക്കാരും, എന്നിട്ട് അർഹരായ ആളുകൾ പരിസരത്തുണ്ടെങ്കിൽ അതിങ്ങനെ വികസിച്ച് പോകണം. ടൗൺ പള്ളിന്റെ പരിസരം കഴിഞ്ഞാൽ അടുത്ത പള്ളിയുടെ അതേ സ്ഥലങ്ങളിലേക്ക് പോകണം. അങ്ങനെ പോയി അവസാനം എന്തായി മാറണം? ഈ സക്കാത്ത് കാരണം ബാംഗ്ലൂരിൽ ഒരു ദരിദ്രമില്ലാത്ത കോലത്തിൽ യമനിൽ 10 വർഷം കൊണ്ട് മാറ്റി റസൂൽ സാഹിബ് സക്കാത്ത്. ആ സക്കാത്തിനെ കുറിച്ച് അവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. നമ്മളൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര നമസ്കാരക്കാരുണ്ട് അവിടെ? ധൈര്യമില്ല. അത്രയും ഒതുങ്ങിക്കിടക്കുകയാണ്. എന്താണ്? എന്തിനാ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു? അവസാനം എല്ലാ പ്രശ്നങ്ങളും കൂടി ഒന്നിച്ച്, അതുകൊണ്ട് ദുനിയാവ് എന്റെ കട, എന്റെ സംവിധാനം, എന്റെ സംഗതി വലുതും, ഞാൻ കൊണ്ടു നടക്കുന്ന കുറച്ച് സംഗതികളും എന്ന് പറയുന്നിടത്തേക്ക് നമ്മളും എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ബൽ തുഖ്തിറൂനൽ ഹയാത്തദ് ദുനിയ, അധിക ജനങ്ങളും ദുനിയാവിനാണ് മുൻഗണന നൽകുന്നത്. വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ഇന്ന് താട പിടിച്ച് കെട്ടിയ അന്ന് മുതൽ അങ്ങനെ കബറിൽ കൊണ്ടുപോയി കിടത്തുന്ന നാൾ മുതൽ അങ്ങോട്ടുള്ള അറ്റമില്ലാത്ത ദിനമാണ് നിനക്ക് ഏറ്റവും ഉത്തമം. ആ ദിനത്തെ ഓർത്തുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കലാണ് ഏറ്റവും ബുദ്ധി എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല. ഇത് ഞാൻ നിങ്ങളോട് ആദ്യമായി പറയുകയില്ല. ഇന്നഹാദാ ലഫി സുഹ്ഫിൽ ഊല സുഹ്ഫി ഇബ്രാഹിം വ മൂസ. ഞാൻ മുൻഗാമികളോടും പറഞ്ഞിട്ടുണ്ട്, പെട്ടുപോകരുത്. ദുനിയാവിന് 1ാം സ്ഥാനം കൊടുക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു പോകരുത്. ആഖിറത്തെക്കാളും പ്രാധാന്യം, അതിന്റെ പ്രശ്നങ്ങളെക്കാളും പ്രാധാന്യം ഉണ്ടാവരുത്. ദീനിന്റെ ഒരു കാര്യം വന്നാൽ സമിഅനാ വ അത്വഅനാ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തും കുടുംബവും തറവാടും ഒക്കെ വലിയ വിനാശമായി മാറും. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ സ്വന്തം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് അതുവഴി നാശമടഞ്ഞിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ഗതികെട്ട ആളുകളിൽ നിന്ന് നമ്മളെ എല്ലാ അർത്ഥത്തിലും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.